നമ്മൾ ഈ ദുബായ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഫോർ എക്സാമ്പിൾ ലൈസൻസിനെ കുറിച്ചും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ പലരും പേഴ്സണലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഈ എന്തെങ്കിലും നോർമൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് സാധ്യതകൾ ദുബായിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഈ വലിയ ബിസിനസ് ചെയ്യുന്നവരും സാധാരണക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും ചെറുതാക്കി കാണാനില്ല, തുടങ്ങി വലുതാവുന്നതാണല്ലോ എല്ലാവരും. ഇതില് പിന്നെ സാധാരണ ഈ ചെറിയ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കഫത്തീരിയയിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ഗ്രോസറി. അതാണ് സാധാരണ കണ്ടുവരുന്നത്. അതിൽ കഫത്തീരിയ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. കുറെ ചിമ്മിനി ഉണ്ടാക്കേണ്ടി വരും, പിന്നെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി വരുമ്പോഴേക്കും വലിയ എമൗണ്ട് ആവും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ദുബായിലാണെങ്കിൽ നന്നായിട്ട് പിന്നെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സുകൾ വരുന്നു, കമ്മ്യൂണിറ്റീസ് കൂടി വരുന്നു, റിയൽ എസ്റ്റേറ്റ് ബൂം ചെയ്യുന്നു അല്ലെ. ഇവിടെയൊക്കെ നമുക്ക് ലോണ്ടറി സർവീസിന്റെ സാധ്യതയുണ്ട്. അപ്പോൾ ലോണ്ടറി സർവീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നല്ലൊരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക, ഒരു ബിൽഡിംഗ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ലോണ്ടറി സർവീസിൽ മലയാളികള് കുറവാണ്. സാധാരണ UP-ക്കാരും അതുപോലെ മറ്റു ആളുകളൊക്കെയാണ് ഈ ഒരു മേഖലയിൽ കുത്തകയായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊരു നല്ല ബിസിനസ് സാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കുള്ള ജീവിതം, ഭാര്യക്കും ഭർത്താവിനും പിന്നെ ജോലി, അപ്പൊ എല്ലാരും ഈ ലോണ്ടറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല സാധ്യതയുണ്ടല്ലേ? ഉണ്ട്. അതിപ്പം ഇനി അറബ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാണെങ്കിലും അവർ ലോണ്ടറി കൊടുക്കുന്ന ഒരു കൾച്ചറൽ ആൾക്കാരാണ്. കന്തൂറൊക്കെ നന്നായിട്ട് വടി പോലെ ഇട്ട് സ്പ്രേ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടത് ഒരു ഫിസിക്കൽ സ്പേസ് എന്തായാലും വേണം ലോണ്ടറിക്ക്. അല്ല ലോണ്ടറി നടത്താനായി സാധിക്കില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ അതിന്റെ സാധാരണ ഇസ്തിരി കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്. അപ്പൊ പിന്നെ നല്ല എംപ്ലോയീസും. അതായത് ഇതാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്ഡ് എംപ്ലോയി എന്ന് പറയാം. ഇത്രയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. പിന്നെ നമ്മൾ അത് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. ബിൽഡിങ്ങിലായിട്ട് കയറി ചെന്ന് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ ഈ ലോണ്ടറിയുടെ വരുന്നത്. അതിന്റെ മറ്റു തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഓൺലൈൻ സർവീസസിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇപ്പോൾ ലോണ്ടറി ഒക്കെ നടക്കുന്ന ആൾക്കാർ സെൻട്രൽ ഒരു വലിയ വെയർ ഹൗസ് എടുത്തിട്ട് ലോണ്ടറി എടുത്തിട്ട് ഒരുപാട് കളക്ഷൻ പോയിന്റ് ആക്കും. ഞാൻ അതിന്റെ ഒരു സ്കെയിലപ്പ് പറയാണ്. ഒരു ലോണ്ടറി തുടങ്ങി വിജയിക്കുകയാണെങ്കിൽ അതിങ്ങനെ പല ബ്രാഞ്ചുകളായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ആരും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയതാണ് മലയാളികൾ അധികം കാണാത്തതെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല, ഇല്ലാന്നല്ല, നമ്മൾ കാണുന്ന ലോണ്ടറി ബിസിനസ് നല്ല സാധ്യതയാണെന്ന് അർത്ഥം. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? കമ്മ്യൂണിറ്റി നല്ല ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ഒരു വലിയൊരു നെറ്റ്വർക്ക് ആക്കിയിട്ട് വലിയ കൊണ്ടുപോകുന്ന ഒരു വലിയ നല്ല ബിസിനസ്സാണ്. ലോണ്ടറിനെ ശരിക്കും പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോണ്ടറി സജസ്റ്റ് ചെയ്യുന്നു. അതെ. ഓക്കെ.